കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വന്ന ഒരു പേരായിരുന്നു നിമ്മി ജോയ് എന്നത്. നിമ്മി ജോയ് എന്ന പെൺകുട്ടിയുടെ മരണം വളരെയധികം എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒന്നായി മാറുകയായിരുന്നു. 1991 നവംബറിൽ ജനിച്ച് ഇപ്പോൾ 2026 ഫെബ്രുവരി 21 മരിച്ച പെൺകുട്ടി. ആരാണ് ഈ താരമെന്ന് അറിഞ്ഞെത്തിയവരൊക്കെ തന്നെയും കൂടുതൽ വാർത്തയും അറിഞ്ഞത് ലാൽ ജോസ് പങ്കുവച്ചപ്പോഴായിരുന്നു. ലാൽ ജോസും ഭാര്യയും ഹൃദയം തകർന്ന വേദനയോടെയാണ് ഇപ്പോൾ നിമ്മി മോൾ പോയി എന്ന കാര്യം എല്ലാവരെയും അറിയിക്കുന്നത്. ഹൃദയം തകർന്നാണ് ഇപ്പോൾ ലാൽ ജോസും കുടുംബവും കഴിയുന്നത്. അപ്രതീക്ഷിത വിയോഗത്തിൽ എല്ലാവരും ഇപ്പോൾ കുടുംബത്തോടൊപ്പം നിൽക്കുന്നുവെന്നും ഞങ്ങൾ എല്ലാവരും ആദരാഞ്ജലി നേടുന്നുവെന്നും പറയുന്നുണ്ട്. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് 34 വയസ്സുകാരി ചികിത്സയിലായിരുന്ന വയനാട് കനിയാമ്പറ്റ സ്വദേശിനിയായ നിമ്മി ജോയ് അന്തരിച്ചത്. പത്തനംതിട്ട പുനലൂർ വല്ലപ്പുറയ്ക്കൽ വിപിൻ കോശിയുടെ ഭാര്യയാണ് നിമ്മി ജോയ്. ദീർഘകാലമായി അയർലൻഡിലെ സെയിൻറ്റ് ജെയിംസ് ആശുപത്രിയിൽ നഴ്സായി ജോലി ചെയ്ത് വരികയായിരുന്നു നിമ്മി. അവിടെ ജോലി ചെയ്യുന്നതിനിടയിലാണ് ഇൻ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് അതായത് ILD എന്ന രോഗം നിമ്മിക്ക് സ്ഥിരീകരിച്ചത്. അത് വളരെയധികം ഞെട്ടിക്കുന്ന ഒരു വിവരവും അതുപോലെ എല്ലാവരെയും വേദനിപ്പിക്കുന്ന ഒരു വിവരവുമായി മാറുകയായിരുന്നു. അയർലൻഡിൽ ശ്വാസകോശ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ 5 വർഷത്തോളം കാത്തിരുന്നെങ്കിലും അനുയോജ്യമായ ദാതാവിനെ ലഭിച്ചില്ല എന്നതാണ് സത്യം. തുടർന്നാണ് വിദഗ്ധ ചികിത്സയ്ക്കായി നിമ്മിയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു കുടുംബത്തിനുണ്ടായിരുന്നത്. പിന്നീട് ആ പ്രതീക്ഷകളും വാനോളമായിരുന്നു ഉയർന്നു വന്നത്. എന്നാൽ അവസാന നാളുകളിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും കാര്യം വേഗം മനസ്സിലായി. സെക്കന്ദ്രാബാദിലെ യശോദ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന നിമ്മിക്ക് ജീവൻദാൻ പദ്ധതിയിലൂടെ മറ്റൊരു സംസ്ഥാനത്തിൽ നിന്നും എത്തിച്ച ശ്വാസകോശങ്ങൾ ഉപയോഗിച്ച് ജനുവരി 25 വിജയകരമായി ശ്വാസകോശ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി കണ്ടു തുടങ്ങിയെങ്കിലും തുടർ ചികിത്സാ ഘട്ടത്തിൽ ആരോഗ്യനില വഷളാവുകയായിരുന്നു. ഫെബ്രുവരി 21 അന്ത്യം. കനിയാമ്പറ്റ തൂട്ടത്തിമല ജോയ് തങ്കമ്മ ദമ്പതികളുടെ മകളാണ്. ജോയ്സിയാണ് ഏക സഹോദരി. ജിബു തോമസ് സഹോദരി ഭർത്താവാണ്. അമേലിയ, എബിഗെയിൽ, അബേലിൻ എന്നിവർ മക്കളാണ്. നിലമ്പൂർ ചുങ്കത്തറ പാസ്റ്റർ ജെയിംസ് വർഗീസിന്റെ പരേതനായ ഡോക്ടർ VV തോമസിന്റെയും അനന്തരവളാണ്. പൊതുദർശനവും സംസ്കാര ശുശ്രൂഷകളും ഫെബ്രുവരി 25 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് മീനങ്ങാടി സെയിൻറ്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് വലിയ പള്ളി പാരിഷ് ഹാളിൽ നടക്കും. തുടർന്ന് മീനങ്ങാടി കുമ്പളേരി സെമിത്തേരിയിൽ സംസ്കരിക്കുകയും ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ലാൽ ജോസ് തന്നെയാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ പ്രേക്ഷകരോട് പറയുകയും അതനുസരിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള എല്ലാം അറിയിച്ചതും. അദ്ദേഹം ഇത് പങ്കുവച്ചപ്പോൾ തന്നെ എന്തു പറഞ്ഞ് നിങ്ങളെ ആശ്വസിപ്പിക്കണമെന്നറിയില്ല എന്നും എന്നാൽ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ദൈവം ഏറ്റവും കൂടുതൽ കരുണയുള്ളവനാകട്ടെ എന്നും ആ കുരുന്നുകൾക്ക് അമ്മ നഷ്ടപ്പെട്ട വേദന ഇനി ഒരിക്കലും അനുഭവിക്കാനാവട്ടെ എന്നും എല്ലാവരും പ്രാർത്ഥിക്കുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.